ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ തമ്പ്നെയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് തമ്പ്നെയിൽ ഏതൊക്കെ സമയത്താണ് നമ്മൾ തമ്പ്നെയിൽ മാറ്റേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആകുന്നൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തേക്കുക. കൂടാതെ അതിനടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ അമർത്തിയേക്കുക. ഒരു യൂട്യൂബ് ചാനലിൽ തമ്പ്നെയിലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട. കാരണം ഞാൻ ഇതിന് മുന്നേ തന്നെ 2 വീഡിയോ ആണ് തമ്പ്നെയിലുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തേക്കുന്നത്. ഏറ്റവും നല്ല തമ്പ്നെയിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ തമ്പ്നെയിൽ എത്ര തരമുണ്ട്, ഏതൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും തമ്പ്നെയിലുമായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അതിന്റെ പ്രാധാന്യം അത്ര കൂടുതലായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഈ തമ്പ്നെയിലുകൾ ഓരോ വീഡിയോകൾക്ക് കൊടുക്കുന്ന സമയത്ത് അത് നമ്മൾ എന്നേക്കുമായിട്ട് കൊടുക്കുന്നതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തമ്പ്നെയിലുകൾ മാറ്റേണ്ടി വരും. അപ്പോൾ ഏതൊക്കെ സമയത്താണ് നമുക്ക് ഈ തമ്പ്നെയിൽ മാറ്റാൻ പറ്റുകയെന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മളുടെ ചാനലിൽ നമ്മുടെ വീഡിയോസിന് വ്യൂസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ വ്യൂസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് തമ്പ്നെയിൽ ഒന്ന് മാറ്റി പരീക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നതെന്ന് പറയുന്നത് തമ്പ്നെയിൽ കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കാൻ പറ്റുക എന്ന് പറയുന്നത് മറ്റ് ഹെഡർ ടാഗുകളോ മറ്റുള്ളതോ ഒക്കെ മാറ്റുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യമായിട്ട് തമ്പ്നെയിൽ ഒന്ന് മാറ്റി നോക്കാവുന്നതാണ്. നമുക്കറിയാം CTR നല്ല രീതിയിലുള്ള ഒരു വീഡിയോകൾ മാത്രമേ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടത്തുള്ളൂ. ഈ CTR എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ത്രൂ റേറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് നമ്മുടെ തമ്പ്നെയിൽ, നമ്മുടെ വീഡിയോയുടെ തമ്പ്നെയിൽ യൂട്യൂബിൽ പല ഭാഗത്തായിട്ട് കാണിക്കാം. സജഷനിൽ കാണിക്കാം, റെക്കമെൻഡേഷനിൽ കാണിക്കാം, സെർച്ചിൽ കാണിക്കാം, ഹോമിൽ കാണിക്കാം. ഇത്തരം പല സ്ഥലങ്ങളിൽ കാണിക്കുന്നതിനാണ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇംപ്രഷൻ വരുന്ന സമയത്ത് അത് 100 സ്ഥലത്ത് കാണിക്കുന്ന സമയത്ത് എത്ര പേര് അതിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് CTR. 100 പേര് കാണിക്കുന്നതിന്, അല്ലെങ്കിൽ 100 സ്ഥലങ്ങളിൽ കാണിക്കുന്ന സ്ഥലത്ത് എത്ര പേര് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ 5 നമ്മുടെ CTR എങ്കിൽ 5 ക്ലിക്കാണ് അതിനകത്ത് കിട്ടുന്നത് 100 സ്ഥലത്ത് കാണിക്കുന്നതിന്. അപ്പോൾ CTR കൂടിയെങ്കിലേ നമ്മുടെ വ്യൂ കൗണ്ടും കൂടുകയുള്ളൂ. അപ്പം നല്ല ഒരു തമ്പ്നെയിൽ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ക്ലിക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് തമ്പ്നെയിൽ മാറ്റിയിട്ട് നമ്മുടെ മറ്റ് ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് കൂടുതൽ ക്ലിക്ക് കിട്ടുന്ന തരത്തിലുള്ള തമ്പ്നെയിലുകൾ നമുക്ക് നിർമ്മിച്ച് ഇട്ട് കൊടുക്കാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് തമ്പ്നെയിൽ മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഒരു സംശയം വന്നേക്കാം, ശരിക്കും പറഞ്ഞാൽ വ്യൂസ് കുറഞ്ഞിട്ടുള്ള ഈ പറയുന്ന വീഡിയോകൾക്ക് മാത്രം തമ്പ്നെയിൽ മാറ്റിയാൽ മതിയോ? അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മാറ്റേണ്ടി വരുന്നില്ല എന്നുള്ളത്. അവിടെയും നമുക്ക് മാറ്റേണ്ടി വരും. അതായത് നമുക്കറിയാം, നമ്മൾ ചില വീഡിയോകൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കുന്ന സമയത്ത് അറിയാം, അനലിറ്റിക്സ് നോക്കുമ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് കൂടുതൽ വ്യൂസ് വരുന്നു. നോക്കുന്ന സമയത്ത് അത് സെർച്ചിലായിരിക്കും ചിലപ്പോൾ അത് കൂടുതൽ ട്രാഫിക് കിട്ടുന്നത്, അതല്ലെങ്കിൽ ചിലപ്പോൾ സജഷനിലായിരിക്കും കിട്ടുന്നത്. ഏതാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിലേക്ക് പതുക്കെ ട്രാഫിക് വന്നു തുടങ്ങി എന്നുള്ളത്. അപ്പം നമ്മളൊന്ന് റിവ്യൂ ചെയ്യും പല കാര്യങ്ങളും. അപ്പോൾ അത്യാവശ്യം അത് വ്യൂസ് കിട്ടി തുടങ്ങിയെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും കാണിച്ചു തുടങ്ങിയെന്നാണ് അതിനർത്ഥം. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അതിനകത്ത് കിടക്കുന്ന തമ്പ്നെയിൽ ഒന്ന് മാറ്റിയിട്ട് കൂടുതൽ, ഇപ്പം കിട്ടുന്നതിനേക്കാളും കൂടുതൽ CTR കിട്ടുന്ന ഒരു തമ്പ്നെയിൽ നമ്മൾ ചെയ്തിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നേരത്തെ കിട്ടുന്ന വ്യൂസിനേക്കാളും കൂടുതൽ കിട്ടും. കാര്യം ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഞാനിത് പലപ്പോഴും പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. സെർച്ചിൽ കയറി വരുന്ന വീഡിയോകളുടെ തമ്പ്നെയിൽ ഞാൻ വ്യൂസ് കൂടുതലാണെങ്കിലും മാറ്റിയിട്ട് കുറച്ചുകൂടി CTR കിട്ടുന്ന തരത്തിലുള്ള തമ്പ്നെയിലാക്കി മാറ്റാറുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സാഹചര്യം നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അടുത്ത നമ്മൾ തമ്പ്നെയിൽ മാറ്റേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്ന സമയത്ത് ചില ടൈം സ്റ്റാമ്പുകൾ നമുക്ക് തമ്പ്നെയിൽ കൊടുക്കാറുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് ഓരോ വർഷത്തിലും പ്രത്യേകമായിട്ട് നമ്മൾ ചില ആൾക്കാർ വീഡിയോ ചെയ്യത്തില്ല. അത് കോമൺ ആയിട്ടായിരിക്കും, അത്യാവശ്യം മൊത്തം കാര്യങ്ങളും പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ പല വർഷങ്ങൾക്കും ബാധകമാകുന്ന രീതിയിലായിരിക്കും അവർ വീഡിയോ ചെയ്യുന്നത്. അതിനുശേഷം ആ വീഡിയോയുടെ തമ്പ്നെയിലിനകത്ത് വർഷങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അല്ലെങ്കിൽ 2020 ഇപ്പോൾ ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ 2019 ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ 2021 വരാറാകുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക, ആ വീഡിയോ തന്നെ തമ്പ്നെയിൽ മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് കൊടുക്കും. അപ്പോൾ അതിനകത്ത് പറയും 2021 കാര്യമാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ 2017 15 ചെയ്ത വീഡിയോ ആകാം. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്ത ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. പക്ഷേ തമ്പ്നെയിലിനകത്തെന്ന് പറയുന്നത് ആൾക്കാർ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നോക്കാനായിട്ട് വർഷം മാറ്റി കൊടുക്കുന്ന രീതിയുണ്ട്. അവിടെയും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, തമ്പ്നെയിൽ മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് പറ്റും. അടുത്ത മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്ന രീതിയാണ് ശരിക്കും പറഞ്ഞാൽ കൗണ്ട്, വ്യൂ കൗണ്ടുകൾ നമ്മൾ തമ്പ്നെയിൽ ഉൾപ്പെടുത്താറുണ്ട്. നമുക്കറിയാം ചില ഷോർട്ട് ഫിലിംസ്, ചില മ്യൂസിക് ആൽബംസ്, മറ്റ് ചില സോങ്സുകൾ, ഇതിനകത്തൊക്കെ കാണാം ഇത് കണ്ട ആൾക്കാരുടെ കൗണ്ട് ആ തമ്പ്നെയിൽ തന്നെ കൊടുക്കുന്നത്. അത്തരം സമയങ്ങളിൽ നമ്മൾ എന്താ തമ്പ്നെയിൽ മാറ്റി ചെയ്തെങ്കിൽ മാത്രമേ അതെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വീണ്ടും ആൾക്കാർ കേൾക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ കാണാൻ ചാൻസ് ഉള്ള ഒരു വീഡിയോ ആണ് അതെങ്കിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ചില സോങ്സ് വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ തമ്പ്നെയിൽ മാറ്റുന്ന സമയത്ത്, കൗണ്ട് ഉൾപ്പെടുത്തുന്ന സമയത്ത് കഴിയുന്നതും നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന പിക്ചർ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നതെന്ന് പറയുന്നത് ആ ഇമേജ് ആയിരിക്കും. അതല്ലാതെ നമ്മൾ മാറ്റിയിട്ടാൽ ചില സമയത്ത് CTR കുറയാനുള്ള ചാൻസ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം അതിനകത്ത്
നേരത്തെ ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞ പിക്ചറാണ് കിടക്കുന്നതെങ്കിൽ അത് മാറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്ത എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, നമ്മളുടെ നീഷിലുള്ള അതേ ചാനലുകൾ വേറെയും കാണാം. അപ്പോൾ അത്തരക്കാർ ചെയ്യുന്ന അവരുടെ വീഡിയോകളുടെ തമ്മിനേൽ മാറ്റുന്നതനുസരിച്ച് നമ്മളുടേത് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം ചില വീഡിയോകൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു പ്രത്യേക പാറ്റേൺ ആയിരിക്കും ചില സമയങ്ങളിൽ അത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കോമ്പറ്റീറ്റർ അത് മാറ്റുന്ന സമയത്ത് അവരുടെ കൂടുതൽ CTR വരികയും അവർ കൂടുതൽ വ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അത്തരത്തിൽ നമ്മൾ ഒരു നല്ല രീതിയിൽ വീഡിയോ വ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ചാനലിലെ വീഡിയോ എങ്കിൽ പോലും നമ്മളും അത്തരം സമയങ്ങളിലെന്ന് പറയുന്നത് നല്ല രീതിയിൽ CTR കിട്ടുന്ന ഒരു തമ്മിനേൽ ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ കോമ്പറ്റീറ്ററെ നമ്മൾ നോക്കിക്കോണം അവർ ഏതൊരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ പാറ്റേൺ തന്നെ നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല, അതിനെ വലിയ തരത്തിലുള്ള ഒരു തമ്മിനേൽ നമുക്കും ചെയ്തിടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് ഏതൊക്കെ സമയത്താണ് നമ്മൾ തമ്മിനേൽ മാറ്റി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തമ്മിനേൽ മാറ്റി ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞാൻ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കൂടുതൽ വീഡിയോ അടുത്ത സമയത്ത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ബ്ലോഗിങ്, ആഡ്സെൻസ്, വേഡ്പ്രസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഞാൻ കൂടുതൽ ചെയ്തു വരുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.